അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CA ഫൗണ്ടേഷൻ്റെ കമ്പനീസ് ആക്ട് ബിസിനസ് ലോയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് കമ്പനീസ് ആക്ട്. അപ്പോൾ ചാപ്റ്റർ നമ്പർ 6 ആണ് കമ്പനീസ് ആക്ട്. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 നമുക്ക് പഠിക്കാനുള്ളത്. അതായത് പണ്ട് കമ്പനീസ് ആക്ട് 1956 1956 കമ്പനീസ് ആക്ട് ഉണ്ടായിരുന്നു. അത് ഓവർറൈഡ് ചെയ്തിട്ടാണ് 2013 പുതിയൊരു കമ്പനീസ് ആക്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ പറഞ്ഞാൽ ഇത് ഹോൾ ഓഫ് ഇന്ത്യയിൽ അപ്ലിക്കബിളാണ്. കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യ മൊത്തം അപ്ലിക്കബിളായിട്ടുള്ള ഒരു ആക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കബിലിറ്റി പറഞ്ഞാൽ എല്ലാ കമ്പനീസിനും അപ്ലിക്കബിളാണ്. അതുപോലെ എല്ലാ ഇൻഷുറൻസ് കമ്പനീസിനും, ബാങ്കിങ് കമ്പനീസിനും, അതുപോലെ ഇലക്ട്രിസിറ്റി കമ്പനീസിനും, അതുപോലെ ഇനി സ്പെഷ്യൽ ആക്ട് വഴിയുള്ള കമ്പനീസിനും, അതുപോലെ എൻറ്റിറ്റീസ് നോട്ടിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അപ്ലിക്കബിലിറ്റി ആയിട്ട് വരുന്നത്. ഇനി ഫസ്റ്റ് തന്നെ വാട്ട് ഈസ് എ കമ്പനി? കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ. അതെ, സെക്ഷൻ 2 സബ്സെക്ഷൻ 20 ഇത് പറയുന്നത്. ഇത് കമ്പനി എന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്ടിൻ്റെ പരിധിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രീവിയസ് ആക്ടിലോ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു കമ്പനി ആയിരിക്കണം. അതായത് 1956 കമ്പനി ലോയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തതാണെങ്കിലും അതൊരു കമ്പനിയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. A company is an incorporated association which is an artificial person created by law having separate entity with a perpetual succession. അതായത് കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. കാരണം ഒരു നാച്ചുറൽ പേഴ്സൺ അല്ല എന്ന് നമുക്കറിയാം. ഒരു ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു പേഴ്സൺ ആയിട്ടാണ് കമ്പനിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റി ഉണ്ട്. സെപ്പറേറ്റ് എൻറ്റിറ്റി കമ്പനിക്കുണ്ട്. അതുപോലെ പെർപ്പച്വൽ സക്സഷൻ. പെർപ്പച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാലും കമ്പനി ഇങ്ങനെ പെട്ടെന്നൊന്നും വൈൻഡപ്പ് ചെയ്യില്ല, അല്ലെങ്കിൽ പെട്ടെന്നൊന്നും ഉണ്ടാവില്ല. അതായത് ഒരു അൺലിമിറ്റഡ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഇയേഴ്സിലേക്ക് അതിൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ടാവും. അതാണ് പെർപ്പച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് കമ്പനീസ് നോക്കിയാലും അത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറഞ്ഞാൽ അതായത് അതിലെ കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് അവർ ഹോൾഡ് ചെയ്യുന്ന ഷെയർസിൻ്റെ അൺപെയ്ഡ് എമൗണ്ട്. അതായത് അവർ ഷെയർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു എമൗണ്ട് ഷെയർസിൻ്റെ എമൗണ്ട് അലോട്ട് ചെയ്ത് ആ ഒരു ടൈമിൽ അവർ ഷെയർസിൻ്റെ എമൗണ്ട് അൺപെയ്ഡ് ആയിട്ടുണ്ടെങ്കിൽ എത്രമാത്രമാണ് ആ ഒരു അൺപെയ്ഡ് എമൗണ്ട്, അത്രമാത്രം എമൗണ്ടിനായിരിക്കും ആ കമ്പനിയുടെ മെമ്പേഴ്സ് ലയബിളായിരിക്കുക. അതായിരിക്കും കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ നോർമലായിട്ട് കാണുന്ന കമ്പനീസൊക്കെ. ഇതാണ് ഷെയർ ക്യാപിറ്റൽ ഉള്ള കമ്പനിയാണത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതൊരു ടൈപ്പ് എന്ന് പറയുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയാണ്. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഇതിലെ കമ്പനീസിൻ്റെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഷെയർ ഹോൾഡേഴ്സായിട്ട് പറയാൻ പറ്റില്ല. കാരണം കമ്പനിയിലെ മെമ്പേഴ്സ് മിക്കവാറും ഒരു ഗ്യാരണ്ടർ അതിൻ്റെ ഒരു റോളായിരിക്കും വരുന്നത്. അതായത് അതിൽ ആണെങ്കിൽ ഈ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണോ അവർ ആദ്യം തൊട്ട് ഗ്യാരണ്ടി ചെയ്ത ഒരു എമൗണ്ട്, അതായത് കമ്പനി അവസാനിക്കുന്ന, അതായത് കമ്പനി ഫൗണ്ടപ്പ് ചെയ്യുന്ന ടൈമിൽ എത്രയാണോ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു എമൗണ്ട് അവർ മുന്നേ തന്നെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു എമൗണ്ടിന് മാത്രമേ ആ ഒരു മെമ്പേഴ്സ് ലയബിളായിട്ടുണ്ടാവും. അപ്പോൾ അതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അതിനപ്പുറം ഒരു എമൗണ്ടിലേക്ക് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ബാധ്യസ്ഥരല്ല. പിന്നെ അവസാനത്തെ ഒരു ടൈപ്പ് കമ്പനി എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് കമ്പനിയാണ്. അൺലിമിറ്റഡ് കമ്പനി വളരെ റയറായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അൺലിമിറ്റഡ് കമ്പനി കാരണം കമ്പനീസൊക്കെ ലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസിന് ഉണ്ടാവാറില്ല. പക്ഷേ ഇതിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ടാവാറുണ്ട്. ഇത് പക്ഷേ അൺലിമിറ്റഡ് കമ്പനി സാധാരണ തുടങ്ങാൻ, അതായത് കമ്പനി ഒന്ന് ഇൻസോൾവൻ്റ് ആവില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അൺലിമിറ്റഡ് കമ്പനി സാധാരണ തുടങ്ങാറുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ലിമിറ്റില്ല. കാരണം ആ ഒരു മെമ്പേഴ്സിൻ്റെ പേഴ്സണൽ അസറ്റിലേക്ക് വരെ അതിൻ്റെ ലയബിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതാണ് അൺലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്. ദ ലയബിലിറ്റി സീസസ് വെൻ ഹി സീസസ് ടു ബി എ മെമ്പർ. ഒരു മെമ്പറിൻ്റെ സ്ഥാനത്ത് നിന്ന് പോകുമ്പോൾ അതിൻ്റെ ലയബിലിറ്റിയും സീസ് ചെയ്യും. ഇനി കമ്പനീസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ലയബിലിറ്റിയുടെ ബേസിസിലാണ്. പിന്നെ അടുത്തത് മെമ്പേഴ്സിൻ്റെ ബേസിസിലും നമുക്ക് കമ്പനിയെ ക്ലാസിഫൈ ചെയ്യാം. അതായത് ബേസിസ് ഓഫ് മെമ്പേഴ്സ്. ആദ്യം തന്നെ വരുന്നത് 1% കമ്പനിയാണ്. 1% കമ്പനി OPC ആണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 62 പറയുന്നതാണ് 1% കമ്പനി. ഈ ഒരു കമ്പനിയിൽ ഒറ്റ മെമ്പർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ ഇതിൽ മിനിമം പെയ്ഡ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് പറയുന്നില്ല. പിന്നെ കമ്പനിയുടെ മെമ്മറാണ്ടം അസോസിയേഷനിൽ ഒരു അതർ പേഴ്സണും കൂടി ഉണ്ടായിരിക്കും, അതായത് ഒരു നോമിനി. ആ ഒരു നോമിനി ആയിരിക്കും ഈ സാധാരണ ഉണ്ടാകുന്ന മെമ്പറിൻ്റെ ഡെത്തിലോ അദ്ദേഹത്തിൻ്റെ ഇൻകപ്പാസിറ്റിയിലോ കമ്പനിയുടെ മെമ്പറായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ member of OPC may at any time change the name of nominee by giving a notice to the company and company shall intimate the same to the registrar. അതായത് നമുക്ക് നോമിനിയുടെ പേര് വേണമെങ്കിൽ മാറ്റാൻ സാധിക്കുന്നതാണ്. No person shall be eligible to incorporate more than one OPC.
ഒരാൾക്ക് ഒരു 1% കമ്പനി മാത്രമേ തുടങ്ങാൻ സാധിക്കൂ. അതുപോലെ നോ മൈനർ ഷാൽ ബിക്കം മെമ്പർ ഓഫ് ദ ഒ പി സിയിൽ മെമ്പറാണെങ്കിൽ മൈനർ ആയിരിക്കാൻ പാടില്ല. അതുപോലെ സച്ച് കമ്പനി കനോട്ട് ബി ഇൻകോർപ്പറേറ്റഡ് ഓർ കൺവേർട്ടഡ് ഇൻ ടു കമ്പനി അണ്ടർ സെക്ഷൻ 8 ഓഫ് ദ കമ്പനി. സെക്ഷൻ 8 എന്ന് പറഞ്ഞാൽ ചാരിറ്റബിൾ ആക്ടിവിറ്റി ചെയ്യുന്ന കമ്പനീസാണ്, അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ എന്താണ് ഇറ്റ് മേ കൺവേർട്ട് ടു പ്രൈവറ്റ് ഓർ പബ്ലിക് കമ്പനീസ് ഇൻ സർട്ടൻ കേസസ്. ചില സിറ്റുവേഷൻസിൽ ഇതിന് വേണമെങ്കിൽ പ്രൈവറ്റ് കമ്പനിയായിട്ടോ പബ്ലിക് കമ്പനിയായിട്ടോ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സച്ച് കമ്പനി എന്നാണ് NBFC ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്, സെക്യൂരിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ എന്താണ് മെമ്പർ ക്യാൻ ബി ദ സോൾ മെമ്പർ ആൻഡ് ഡയറക്ടർ. ഒരു മെമ്പറേ ഉണ്ടാവുകയുള്ളൂ, ഒരു മെമ്പറെ ഡയറക്ടർ ഉണ്ടാവും. അതാണ് OPC എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രൈവറ്റ് കമ്പനിയാണ്. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇവിടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന് റിക്വയർമെൻ്റ് ഇല്ല. എത്ര ക്യാപിറ്റൽ വേണമെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി, നമ്മൾ സാധാരണ കാണുന്ന പ്രൈവറ്റ് കമ്പനീസിനൊക്കെ നമുക്ക് അവസാനം നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കാണാൻ പറ്റുന്ന കമ്പനീസാണ് പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഇവിടെ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 2 മെമ്പറെങ്കിലും വേണം. മാക്സിമം നമ്പർ 200 ആണ്. 200 നമുക്ക് എന്താണ് എക്സ്ക്ലൂഡിങ് പ്രസൻറ്റ് എംപ്ലോയി കം മെമ്പേഴ്സ് ആൻഡ് ഫസ്റ്റ് വൈൽ എംപ്ലോയി കം മെമ്പേഴ്സ്. അതായത് ചില കമ്പനീസിനുണ്ടാകും എംപ്ലോയി ഡയറക്ടേഴ്സ് ഉണ്ടാവും. അതായത് ഈ എംപ്ലോയി ഡയറക്ടേഴ്സിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു നമ്പറായിരിക്കണം 200 എന്ന് പറയുന്നത്. അവരുണ്ടെങ്കിൽ അവരെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു ഫിഗറാണ് 200 എന്ന് പറയുന്നത്. ഇത് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇതാണ്, കേസ് സ്റ്റഡി ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ എന്താണ് റൈറ്റ് ടു ട്രാൻസ്ഫർ ഷെയർസ് റെസ്ട്രിക്റ്റ് ആണ്. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് നമുക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പ്രൊഹിബിഷൻ ടു ഇൻവിറ്റേഷൻ ടു സബ്സ്ക്രൈബ് സെക്യൂരിറ്റീസ് ഓഫ് ദ കമ്പനി. ഇൻവിറ്റേഷൻ സബ്സ്ക്രൈബ് പറ്റത്തില്ല. അതുപോലെ എന്താണ് ഒരു സ്മോൾ കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. അതുപോലെ OPC ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. പക്ഷേ OPCയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മെമ്പേഴ്സിൻ്റെ എണ്ണം 1 ആയിരിക്കും. അത് നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ ഈ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 2ൽ ഒരു എക്സെപ്ഷൻ പറയുന്നുണ്ട്. OPCയും ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. നെക്സ്റ്റ് വരുന്നത് പബ്ലിക് കമ്പനിയാണ്. പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. പബ്ലിക് കമ്പനിയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ പബ്ലിക് കമ്പനി ഈസ് എ കമ്പനി വിച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. ആർട്ടിക്കിൾസ് ഡോ നോട്ട് ഹാവ് ദ റെസ്ട്രിക്റ്റിംഗ് ക്ലോസസ്. ഷെയർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നോ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ഇല്ല. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 7 ആണ്. മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സിന് നോ ലിമിറ്റ് ആണ്. സബ്സിഡിയറി ഓഫ് എ പബ്ലിക് കമ്പനി ഈസ് എ ഡീംഡ് ടു ബി എ പബ്ലിക് കമ്പനി. ഒരു പബ്ലിക് കമ്പനിക്ക് ഒരു സബ്സിഡറി കമ്പനി ഉണ്ടെങ്കിൽ സബ്സിഡറി കമ്പനിയും പബ്ലിക് കമ്പനിയാണ്. സബ്സിഡറി കമ്പനി എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അടുത്തത് ബേസിസ് ഓഫ് കൺട്രോളിൻ്റെ ബേസിസിൽ കമ്പനികളെ ക്ലാസിഫൈ ചെയ്താൽ ആദ്യം വരുന്നത് ഹോൾഡിംഗ് കമ്പനിയാണ്. ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇൻ റിലേഷൻ ടു 1 or more അതർ കമ്പനീസ് മീൻസ് എ കമ്പനി ഓഫ് വിച്ച് സച്ച് കമ്പനീസ് ആർ സബ്സിഡറി കമ്പനീസ്. അതായത് ഹോൾഡിംഗ് കമ്പനീസ് പറഞ്ഞാൽ സബ്സിഡറി കമ്പനീസിനെ ഹോൾഡ് ചെയ്യുന്ന കമ്പനീസ് അതാണ് പറയുന്നത്. അത് ഹോൾഡിംഗ് കമ്പനിയുടെ ഡെഫിനേഷൻ അങ്ങനെ എക്സോസ്റ്റീവായിട്ട് പറയുന്നില്ല. സബ്സിഡറി അപ്പോൾ നമ്മൾ ഹോൾഡിംഗ് കമ്പനിയുടെ ഡെഫിനേഷൻ മനസ്സിലാക്കണമെങ്കിൽ സബ്സിഡറി കമ്പനിയുടെ ഡെഫിനേഷൻ മനസ്സിലാക്കണം. സെക്ഷൻ 2 സബ്സെക്ഷൻ 87 പറയുന്നത്. സബ്സിഡറി കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് എ കമ്പനി ഇൻ വിച്ച് ദ ഹോൾഡിംഗ് കമ്പനി controls the composition of board of directors or exercises or controls more than 1/2 of the total voting power either at its own or together with 1 or more subsidiary companies. അതായത് ഒരു സബ്സിഡറി കമ്പനീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സബ്സിഡറി കമ്പനീസിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കോമ്പോസിഷൻ വേറൊരു കമ്പനി ഹോൾഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ ഹോൾഡ് ചെയ്യുന്ന കമ്പനി ഹോൾഡിംഗ് കമ്പനിയായും ഈ ഒരു കമ്പനി സബ്സിഡറി കമ്പനിയാണ്. അല്ലെങ്കിൽ രണ്ടാമതൊരു കണ്ടീഷനാണ്, ഏതെങ്കിലും ഒരു കണ്ടീഷൻ മതി. സെക്കൻഡായിട്ട് വരുന്നൊരു കണ്ടീഷൻ എക്സസൈസ് ഓർ കൺട്രോൾസ് മോർ ദാൻ 1/2 ഓഫ് ദ ടോട്ടൽ വോട്ടിംഗ് പവർ. ടോട്ടൽ വോട്ടിംഗ് പവർ പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെയാണ്. ആ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വോട്ടിംഗ് പവറിൽ മോർ ദാൻ 1/2, അതായത് 51% ഒരു വേറൊരു കമ്പനി ഹോൾഡ് ചെയ്യുന്നെങ്കിൽ ആ ഒരു വേറൊരു കമ്പനിയെ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയും. ഈ ഒരു കമ്പനിയെ സബ്സിഡി കമ്പനി എന്ന് പറയും. ഈ 51% ഹോൾഡ് ചെയ്യുന്നത് ആ ഒരു കമ്പനി തന്നെയാവാം, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ സബ്സിഡി കമ്പനി കൂടിയാവാം. അതായത് ആ ഒരു കമ്പനി തന്നെ ഹോൾഡിംഗ് കമ്പനിയാണ്, ആ ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ സബ്സിഡി കമ്പനി ഏതെങ്കിലും വേറൊരു സബ്സിഡി കമ്പനി ഹോൾഡ് ചെയ്താലും അതും കൺസിഡർ ചെയ്യും. അങ്ങനെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഈ ഒരു കമ്പനി സബ്സിഡി കമ്പനിയാവും, മറ്റൊരു കമ്പനി ഹോൾഡിംഗ് കമ്പനിയായിട്ട് മാറും. അതുപോലെ അടുത്തത് അസോസിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇൻ റിലേഷൻ ടു അനദർ കമ്പനി മീൻസ് എ കമ്പനി ഇൻ വിച്ച് ദാറ്റ് അതർ കമ്പനി ഹാസ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ബട്ട് വിച്ച് ഈസ് നോട്ട് എ സബ്സിഡറി കമ്പനി ഓഫ് ദ കമ്പനി ഹാവിംഗ് സച്ച് ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് എ ജോയിൻറ്റ് വെഞ്ചർ കമ്പനി. അസോസിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ മറ്റൊരു കമ്പനിക്ക് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ 20% ഓഫ് ദ ടോട്ടൽ വോട്ടിംഗ് പവർ മറ്റൊരു കമ്പനിക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള കേസിൽ ഇതൊരു അസോസിയേറ്റ് കമ്പനിയാണ്. ഈ അസോസിയേറ്റ് കമ്പനീസിൽ ജോയിൻറ്റ് വെഞ്ചറും ഇൻക്ലൂഡ് ആവും. ജോയിൻറ്റ് വെഞ്ചർ മീൻസ് എ ജോയിൻറ്റ് അറേഞ്ച്മെൻറ്റ് whereby the joint control of the arrangement have the rights of the net asset of the arrangement. ഒരു
നെറ്റ് വർത്തിൽ നെറ്റ് അസറ്റ്സ് ഓഫ് ദ അറേഞ്ച്മെൻറ്റിൽ ഒരു ജോയിൻറ്റ് കൺട്രോൾ ഉണ്ടായിരിക്കും. അതാണ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് ഒരു സീസൺ ബിസിനസ്സായിട്ട് തുടങ്ങുന്നതാണ്. നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ആക്സസ് ടു ക്യാപിറ്റൽ, അതിൻ്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്താൽ ഫസ്റ്റ് വരുന്നത് ലിസ്റ്റഡ് കമ്പനിയാണ്. ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അതിൻ്റെ സെക്യൂരിറ്റീസ് ലിസ്റ്റഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയെ ലിസ്റ്റഡ് കമ്പനി എന്ന് പറയാം. Here, such a class of companies which have listed or intend to list such a class of securities as may be prescribed in consultation with the SEBI shall not be considered as listed companies. അതായത് കുറച്ച് ക്ലാസ് ഓഫ് കമ്പനീസിനുണ്ട്, അതിനെ ലിസ്റ്റഡ് കമ്പനീസായിട്ട് പറയുന്നില്ല, അതിൻ്റെ മൊത്തമായിട്ട് പറയുന്നില്ല, നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. അതായത് RSE റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത അതിൻ്റെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയെ ലിസ്റ്റഡ് കമ്പനി എന്ന് പറയാം. അൺലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ലിസ്റ്റഡ് കമ്പനി അല്ലാത്ത ബാക്കി എല്ലാ കമ്പനീസും അൺലിസ്റ്റഡ് കമ്പനിയാണെന്ന് പറയാം. ഇനി അതർ കമ്പനീസ് ഉണ്ട്. അതർ കമ്പനീസിൽ ആദ്യം വരുന്ന ഗവൺമെൻറ് കമ്പനിയാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 45. ഗവൺമെൻറ് കമ്പനി എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 51% ഓഫ് ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഈസ് ഹെൽഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ ഇൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ പാർട്ട്ലി ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് പാർട്ട്ലി ബൈ ദ വൺ ഓർ മോർ സ്റ്റേറ്റ് ഗവൺമെൻറ്. അതായത് 51%, അതായത് 1/2, പകുതിയിലധികം ഷെയർ ക്യാപിറ്റൽ ഗവൺമെൻറ് ഹോൾഡ് ചെയ്യണം. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആവും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആവും, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ, അത് പാർട്ട്ലി പ്രൊപ്പോർഷനായിട്ടും ചെയ്യാം. എങ്ങനെയായാലും ഗവൺമെൻറ് ഇൻ്റർവെൻഷനോടെ 51% ഷെയർ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗവൺമെൻറ് കമ്പനിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഹിയർ ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഷാൽ ബി കൺസ്ട്രക്റ്റഡ് ആസ് ടോട്ടൽ വോട്ടിംഗ് പവർ or shares with a differential voting rights have been issued includes a company which is a subsidiary company of such a government company. അതാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സ്മോൾ കമ്പനിയാണ്. സ്മോൾ കമ്പനി സെക്ഷൻ 2 സബ്സെക്ഷൻ 85 പറയുന്നത്. സ്മോൾ കമ്പനി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കമ്പനിയാണ്. ഇതിൻ്റെ കേസിൽ പറഞ്ഞാൽ ഇതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നോട്ട് മോർ ദാൻ 4 CR or such higher amounts may be prescribed which shall not be more than 10 CR rupees. അതിൻ്റെ എന്താണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 4 കോടിയിൽ കൂടാൻ പാടില്ല. 4 കോടി വരെയുള്ള ഒരു കമ്പനിയാണെങ്കിൽ അതൊരു അതൊരു സ്മോൾ കമ്പനിയായിട്ട് പറയും. അത് ഒന്നാമത്തെ കണ്ടീഷനാണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടേൺ ഓവർ ബേസ്ഡ് കണ്ടീഷനാണ്. ടേൺ ഓവർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫൈനാൻഷ്യൽ ഇയറിൻ്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് 40 കോടിയിൽ കൂടാൻ പറ്റത്തില്ല. ഇവിടെ ഒരു ഹയർ ലിമിറ്റ് പറയുന്നുണ്ട്. ഹയർ ലിമിറ്റ് പക്ഷേ അപ്ലിക്കബിൾ അല്ല. ഇപ്പോഴുള്ള ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൻ്റെ ലിമിറ്റ് 4 കോടിയും ടേൺ ഓവറിൻ്റെ ലിമിറ്റ് 40 കോടിയും. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആ ഒരു കമ്പനിയെ നമുക്ക് സ്മോൾ കമ്പനിയാണെന്ന് പറയാം. അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കും, പക്ഷേ അതിനൊരു സ്മോൾ കമ്പനിയാണ്. സ്മോൾ കമ്പനിക്ക് ചില ബെനിഫിറ്റ്സ് ഉണ്ട്, അതുകൊണ്ടാണ് അതിനെ സ്മോൾ കമ്പനിയായിട്ട് ഡീം ചെയ്യുന്നത്. പക്ഷേ സ്മോൾ കമ്പനി ഷുഡ് നോട്ട് ബി എ സെക്ഷൻ 8 കമ്പനി, ഹോൾഡിംഗ് ഓർ എ സബ്സിഡി കമ്പനി, എ കമ്പനി ഓർ എ ബോഡി ഗവർൺഡ് ബൈ എനി സ്പെഷ്യൽ ആക്ട്. ഈ 3 ടൈപ്പ് കമ്പനീസിന് സ്മോൾ കമ്പനി ആവാൻ പറ്റത്തില്ല, ടേൺ ഓവർ ലിമിറ്റും മറ്റു ലിമിറ്റും സാറ്റിസ്ഫൈ ചെയ്താൽ പോലും. നെക്സ്റ്റ് വരുന്നത് ഫോറിൻ കമ്പനിയാണ്. ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞാൽ എനി കമ്പനി ഓർ ബോഡി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ വിച്ച് ഈസ് ആസ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ ബൈ ഇറ്റ്സെൽഫ് ഓർ ത്രൂ ആൻ ഏജൻറ്റ് ഫിസിക്കലി ഓർ ത്രൂ ഇലക്ട്രോണിക് മോഡ്. അതായത് ഒരു കമ്പനി ഔട്ട്സൈഡ് ഇന്ത്യയിലായിരിക്കും ഇൻകോർപ്പറേറ്റ് ചെയ്തത്, പക്ഷേ ഇന്ത്യയിൽ ഒരു പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട്. അതായത് ഇന്ത്യയിലെ പ്ലേസ് ഓഫ് ബിസിനസ് ഒരു ഫിസിക്കലായിട്ടൊരു പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻറ്റ് വഴി ഒരു പ്ലേസ് ഓഫ് ബിസിനസ്, ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടെങ്കിൽ അത് പറയാൻ പറ്റും. അതുപോലെ തന്നെ കണ്ടക്ട്സ് എനി ബിസിനസ് ആക്ടിവിറ്റി ഇൻ ഇന്ത്യ ഇൻ എനി അതർ മാനർ. ഇന്ത്യയിൽ ഒരു ബിസിനസ് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യണം. ഈ ഒരു 2 കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്താൽ അതിനൊരു ഫോറിൻ കമ്പനിയാണെന്ന് പറയും. അതായത് ഇന്ത്യയിലൊരു ഇന്ത്യയിലൊരു ഫിസിക്കലായിട്ടുള്ള ഒരു ഓഫീസ് ഉണ്ടാവണം. അതിന് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഒരു ഏജൻറ്റ് വഴിയോ മതി, പക്ഷേ അതിൽ ഒരു ബിസിനസ് ആക്ടിവിറ്റി ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യുന്നെങ്കിൽ അതിനെ ഫോറിൻ കമ്പനിയാണെന്ന് പറയും. പക്ഷേ അത് ഇൻകോർപ്പറേറ്റ് ചെയ്തത് ഔട്ട്സൈഡ് ഇന്ത്യയിലായിരിക്കില്ല ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. ഇൻകോർപ്പറേഷനൊക്കെ നടന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഫോറിൻ കമ്പനിയാണ്. ഇനി സെക്ഷൻ 8 കമ്പനീസാണ്. അതായത് ഫോർമേഷൻ ഓഫ് കമ്പനീസ് വിത്ത് ചാരിറ്റബിൾ ഒബ്ജക്ട്സ്. ചാരിറ്റിയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാരിറ്റബിൾ ഒബ്ജക്ട്സ് കമ്പനിയാണ് സെക്ഷൻ 8 കമ്പനി എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ ഓഫ് കൊമേഴ്സ്, ആർട്ട്, സയൻസ്, റിലീജിയൻ, ചാരിറ്റി, പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ്, സ്പോർട്സ്, അങ്ങനെ അതിലൊരു പ്രൊമോഷൻ ചാരിറ്റബിൾ ആക്ടിവിറ്റീസിനാണെങ്കിൽ സെക്ഷൻ 8 കമ്പനീസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റ്സ്, ആ ഒരു കമ്പനീസിന് ഉണ്ടാകുന്ന പ്രോഫിറ്റ്, ലാഭം, അതിൻ്റെ ആ ഒരു ഒബ്ജക്റ്റീവിൻ്റെ പ്രൊമോഷന് വേണ്ടി തന്നെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഈ ഒരു കമ്പനീസിൽ നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ കമ്പനീസിൻ്റെ പ്രോഫിറ്റ്, ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിവിഡൻഡ് വെച്ചിട്ടാണ്. അതായത് കമ്പനിയുടെ പ്രോഫിറ്റ് പാർട്ണർഷിപ്പ് പോലെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഓൺലി ഡിവിഡൻഡ് ത്രൂ മാത്രമേ നമുക്ക് അതിൻ്റെ മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റൂ. പക്ഷേ സെക്ഷൻ 8 കമ്പനീസിൽ മെമ്പേഴ്സിന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് പറ്റത്തില്ല, അത് പ്രൊഹിബിറ്റഡ് ആണ്. ഓപ്പറേറ്റ് സെൻറ്റർ സ്പെഷ്യൽ ലൈസൻസ് വരുന്ന സെൻട്രൽ ഗവൺമെൻറ് ആണ്. അതുപോലെ
ഇവരുടെ കേസിൽ സെക്ഷൻ എ കമ്പനീസിൽ സാധാരണ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിൻ്റെ കേസിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന വേർഡ് യൂസ് ചെയ്യണം. പബ്ലിക് ലിമിറ്റഡിൻ്റെ കമ്പനിയിൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യണം. എന്നാൽ സെക്ഷൻ 8 കമ്പനീസിൻ്റെ കേസിൽ ഈ ലിമിറ്റഡ് ഓർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ആ ഒരു വേർഡ് യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. മോർ സൂറ്റബിൾ നെയിമായിട്ട് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. ക്ലബ്ബാണോ ചേംബറാണോ അങ്ങനെ എന്താണോ വേണ്ടത് അതുപോലെ എടുക്കാൻ പറ്റും. എൻജോയ് ദ സെയിം പ്രിവിലേജസ് എസ് എ ലിമിറ്റഡ് കമ്പനി. ഒരു ലിമിറ്റഡ് കമ്പനിയുടെ അതിൻ്റെ പ്രിവിലേജാണ് വരുന്നത്. ഇതിൻ്റെ ലൈസൻസ് സെൻട്രൽ ഗവൺമെൻറ് എപ്പോൾ വേണമെങ്കിലും റിവോക്ക് ചെയ്യാം, അതായത് കണ്ടീഷൻ എന്തെങ്കിലും കോൺട്രാവെൻഷൻ ചെയ്താലും. അതുപോലെ എന്താണ് ജനറൽ മീറ്റിംഗ് വേണമെങ്കിൽ 14 ഡേയ്സിന് ക്ലിയർ 14 ഡേയ്സ് നോട്ടീസും വേണ്ടതാണ്. അതായത് സാധാരണ ഒരു പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ 21 ദിവസത്തിൻ്റെ ക്ലിയർ നോട്ടീസ് വേണമെന്നാണ്. പക്ഷേ സെക്ഷൻ 8 കമ്പനീസിൻ്റെ കേസിൽ 14 ദിവസത്തിൻ്റെ നോട്ടീസ് വെച്ചിട്ട് ഒരു ജനറൽ മീറ്റിംഗ് വിളിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഇവിടെ എന്ന് പറഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് അങ്ങനെ അതിൻ്റെ ഒരു കണ്ടീഷൻസ് ഒന്നും ഇവിടെ അപ്ലൈ ആവുന്നില്ല. അടുത്തൊരു കമ്പനി നിധി കമ്പനിയാണ്. നിധി കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് സൊസൈറ്റി എന്ന് പറയും. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ഗസറ്റ് വഴി നിധി കമ്പനി എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു കമ്പനിയാണ് നിധി കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ നിധി കമ്പനി എന്ന് പറഞ്ഞാൽ സാധാരണ കുറേ ആൾക്കാർ കൂടിയിട്ടുണ്ട്. അവർ ഒരു സെർട്ടൻ എമൗണ്ട് ഓഫ് മണി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ആ ഒരു മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് തുടങ്ങുന്ന കമ്പനീസാണ് നിധി കമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഡോർമെൻ്റ് കമ്പനിയാണ്. ഡോർമെൻ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു രജിസ്റ്റേർഡ് കമ്പനി തന്നെയായിരിക്കും, പക്ഷേ അതൊരു ഇനാക്റ്റീവ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു കമ്പനി ആയിരിക്കും. അതെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്യൂച്ചറായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ കറൻറ്റ്ലി ടെമ്പററി ഇനാക്റ്റീവ് സ്റ്റേറ്റിലായിരിക്കും ആ ഒരു കമ്പനി ഉണ്ടാവുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാൻ, അതായത് അവരുടെ പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക് തുടങ്ങിയ അതൊക്കെ ഹോൾഡ് ചെയ്യും, പക്ഷേ ആക്റ്റീവായിട്ടുള്ള ഒരു ബിസിനസ് ഇല്ല. അതുപോലെ തന്നെ അതിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ അതിന് ഡോർമെൻ്റ് കമ്പനിയായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അത് ഒരു രജിസ്ട്രാറിന് ROCക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ ഡോർമെൻ്റ് കമ്പനിയായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഇഷ്യൂ ചെയ്യും. ഇതൊരു ഇനാക്റ്റീവ് കമ്പനി ആയിരിക്കും. ഇനാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഒന്നും ക്യാരിങ് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു മോഡാണ്. സിഗ്നിഫിക്കൻ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് രജിസ്ട്രാറിന് ഫീസൊന്നും നേരെ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഓഫീസും റെക്കോർഡ്സും ബുക്സ് ഓഫ് റെക്കോർഡ്സും ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക. അതൊക്കെയാണ് ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ഇല്ല എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇനാക്റ്റീവ് കമ്പനിയാണ് ഡോർമെൻ്റ് കമ്പനി എന്ന് പറയുന്നത്. ഇൻ കേസ് കമ്പനി വിച്ച് ഹാസ് നോട്ട് ഫൈൽഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ആനുവൽ റിട്ടേൺ ഫോർ 2 years ആണെങ്കിലും അതിന് ഡോർമെൻ്റ് കമ്പനിയായിട്ട് ഇഷ്യൂ ചെയ്യും.